ഇടുക്കി ജില്ലയിലെ ആദ്യ കണ്ടന്റ് ക്രിയേറ്റർമാരുടെ സംഘടനയായ ICCMA പ്രവർത്തനം ആരംഭിച്ചു. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു സംഘടനയുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ കണ്ടന്റ് ക്രിയേറ്റർമാരെയും വ്ളോഗർമാരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപം കൊണ്ട കൂട്ടായ്മയാണ് ഇടുക്കി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീഡിയ അസോസിയേഷൻ ICCMA. ജില്ലയിലെ ആദ്യ രജിസ്റ്റർ ചെയ്ത കണ്ടന്റ് ക്രിയേറ്റർമാരുടെ സംഘടനയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളുടെ ശക്തി സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യം. നാടിന്റെ വികസന പ്രവർത്തനങ്ങളും സ്വപ്ന പദ്ധതികളും ജനങ്ങളിലേക്ക് കൃത്യമായും ഉത്തരവാദിത്തോടും എത്തിക്കുന്നതിനൊപ്പം ഇടുക്കിയുടെ വിനോദസഞ്ചാര കാർഷിക സാംസ്കാരിക പൈതൃക മേഖലകളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും സംഘടന പ്രതിജ്ഞാബദ്ധമാണ്. ICCMAയുടെ ഉദ്ഘാടനം കട്ടപ്പന വള്ളക്കടവിൽ സിബീസ് ഗാർഡനിൽ ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു നിർവഹിച്ചു. മാധ്യമ പ്രവർത്തനമോ ബ്ലോഗർമാരെന്നില്ല, ഒക്കെ ആരംഭിച്ച ആളുകൾക്കറിയാം. അന്നത്തെ മാധ്യമ പ്രവർത്തനവും ഇന്നത്തെ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ നവമാധ്യമങ്ങളുടെ വരവോടുകൂടി അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ കടന്നുവരവോടുകൂടി ഒരു മൊബൈൽ ഫോണ് ഒരു ലോകം തന്നെ സൃഷ്ടിക്കാൻ പ്രാപ്തമായിരിക്കുന്ന ഒന്നായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധ്യമാകും എന്നുള്ളതാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S. സൂര്യലാൽ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ MC ബോബൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. മാധ്യമപ്രവർത്തകനും ബ്ലോഗറുമായ ആന്റണി മുണിയറ മുഖ്യപ്രഭാഷണം നടത്തി. സിദോഷ് K. തോമസ്, റിജോയ് അടിമാലി, സിബി വർക്കി ചവണലാൽ, റോബിൻ ചാക്കോ, സിജോ മോൻ ജോസ്, ജോജോ കുമ്പളന്താനം, ആര്യ ബിബിൻ, അലൻസിയ ഷോർജിൻ, അജീഷ് ജോർജ്, നിഷാദ് വർഗീസ്, ബിൻസി ജെയിംസ്, ദീപു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിസന്ധികളെ അതിജീവിച്ച് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ ബ്ലോഗർമാരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. ICCMAയുടെ ജില്ലാ പ്രസിഡന്റായി S. സൂര്യലാലിനെ തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി സിദോഷ് K. തോമസിനെയും ട്രഷററായി ആര്യ ബിബിയെയും തെരഞ്ഞെടുത്തു. ജില്ലയുടെ വിവിധ പ്രദേശത്തു നിന്നും 100ഓളം കണ്ടന്റ് ക്രിയേറ്റർമാരാണ് പരിപാടിയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.